മുംബൈയിൽ ചേർന്ന മൂന്നാം ഇന്ത്യൻ ക്യാൻസർ കോൺഗ്രസിൽ ഏറ്റവും മികച്ച ശാസ്ത്ര പ്രബന്ധത്തിനുള്ള ബഹുമതിക്ക് പ്രശസ്ത ഓങ്കോളജിക്കൽ സർജനും എറണാകുളം മഞ്ഞുമൽ സെന്റ് ജോസഫ് ആശുപത്രി മെഡിക്കൽ ഡയറക്ടറുമായ ഡോക്ടർ തോമസ് വർഗീസ് അർഹനായി. സ്തനാർബുദം ബാധിച്ച സ്തനങ്ങൾ നീക്കം ചെയ്യാതെയുള്ള ശസ്ത്രക്രിയ, സ്കാർലെസ് തൈറോയിഡ് ശസ്ത്രക്രിയ, കീമോതെറാപ്പിയുടെ പാർശ്വഫലങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള പോഷകാഹാരത്തിന്റെ പ്രാധാന്യം എന്നീ 3 പോയിന്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഡോക്ടർ തോമസ് വർഗീസ് പ്രബന്ധം അവതരിപ്പിച്ചത്. കീമോതെറാപ്പിക്ക് ശേഷം രോഗികൾ അനുഭവിക്കുന്ന ശാരീരിക വൈഷമ്യങ്ങൾ കുറയ്ക്കാൻ ഭക്ഷണത്തിൽ പച്ചച്ചക്കപ്പൊടി ഉൾപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യം അദ്ദേഹം വിശദീകരിച്ചു. ഓങ്കോളജിയിൽ 30 വർഷത്തിലേറെ പ്രായോഗിക ജ്ഞാനമുള്ള ഡോക്ടർ തോമസ് വർഗീസ് കേരളത്തിലെ ആദ്യകാല മിഷൻ സെന്ററുകളിലൊന്നായ മഞ്ഞുമൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ അത്യാധുനിക ക്യാൻസർ ചികിത്സാ കേന്ദ്രം സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ്. മുംബൈ ടാറ്റ മെമ്മോറിയൽ ക്യാൻസർ സെന്ററിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഡോക്ടർ തോമസ് വർഗീസ്. 1000 കിടക്കകളുള്ള ആശുപത്രി നിർമ്മാണത്തിന് 300 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുമെന്ന് സെന്റ് ജോസഫ് ആശുപത്രി ഡയറക്ടർ ഫാദർ ലാൽജു പോളപ്പറമ്പിൽ അറിയിച്ചു. ഇന്ത്യയിലെ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലെ പോലെ ക്യാൻസർ ഒരു വലിയ വിപത്തായി ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നു. പല ശാസ്ത്ര ലേഖനങ്ങളും പറയുന്നത് നാം എപ്പോഴൊക്കെ പ്രകൃതിയുമായി ചേർന്ന് ജീവിച്ചിട്ട് ഉണ്ടോ, ഇല്ലെങ്കിൽ നേറ്റീവ് ആൾക്കാർ, അവരുടെ ഇടയിൽ ക്യാൻസർ വളരെ കുറവായിരിക്കും.